വെടിക്കെട്ട് ബാറ്ററായ ഇഷാന്ത് കിഷന് പരിക്കേറ്റപ്പോൾ പകരം ഇന്ത്യ 11-ൽ കൊണ്ടുവന്നത് ഒരു സ്പെഷ്യലിസ്റ്റ് ബോളറായ അർഷദീപ് സിംഗിനെ. അതും ശ്രേയസ് അയ്യർ പോലെ പരിചയസമ്പന്നനായ ഒരു T20 മെറ്റീരിയൽ ഏറെ കാലമായി അവസരം കാത്ത് ആ ബെഞ്ചിലിരിക്കുമ്പോൾ. ഒട്ടും ലോജിക് ഇല്ലാത്ത ഈ മാറ്റം കൊണ്ട് കൂടിയാണ് വിശാഖപട്ടണത്ത് നടന്ന കിവീസിനെതിരെയുള്ള 4ാം T20യിൽ ഇന്ത്യക്ക് തോൽവി വഴങ്ങേണ്ടി വന്നത്. ടോപ്പ് ഓർഡറിൽ അഭിഷേകും സഞ്ജുവും സൂര്യയും ഒക്കെ എളുപ്പത്തിൽ കൂടാരം കയറിയപ്പോൾ ഇന്ത്യക്ക് നേരെ ഫിനിഷർ റോളിലേക്കുള്ള റിങ്കു സിംഗിലേക്കും ഹാർദിക് പാണ്ഡ്യയിലേക്കും ശിവം ഡ്യൂബയിലേക്കും തിരിയേണ്ടി വന്നു. ഇന്നലെ ആദ്യ 6 നമ്പറിലായിരുന്നു പ്രോപ്പർ ബാറ്റിംഗ് ലൈനപ്പ് ഇന്ത്യക്കുണ്ടായിരുന്നത്. ഹർഷിത് റാണയെ ഒരു ഓൾറൗണ്ടർ ആക്കിയേ തീരൂ എന്ന് വാശി പിടിക്കുന്ന ടീം മാനേജ്മെന്റ് ഈ വസ്തുത സമ്മതിക്കണമെന്നില്ലെങ്കിലും അതായിരുന്നു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് 15ാം ഓവറിൽ ഡ്യൂബെ പുറത്താകുമ്പോൾ ആവശ്യത്തിന് റൺ റേറ്റ് ഉണ്ടായിട്ടും വിജയ വഴി തുടരാൻ ഇന്ത്യക്കാവാനത്. കഴിഞ്ഞ IPL-ൽ പഞ്ചാബ് കിങ്സിനെ മുന്നിൽ നിന്ന് നയിച്ച് ഫൈനലിൽ എത്തിച്ചവനായിരുന്നു ശ്രേയസ് അയ്യർ. 175 എന്ന അതിശയിപ്പിക്കുന്ന സ്ട്രൈക്ക് റേറ്റിൽ 600-ലധികം റൺസാണ് താരമെന്ന് അടിച്ചുകൂട്ടിയത്. അതിനു മുൻപിലെ സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഇതുപോലെ മുന്നിൽ നിന്ന് നയിച്ചു കിരീടം നേടിക്കൊടുത്തു. ആ സീസണിൽ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ മുംബൈക്ക് കിരീടം നേടിക്കൊടുത്തു. മുംബൈ പ്രീമിയർ ലീഗിൽ മുംബൈ ഫാൽക്കൻസിനെയും ഫൈനലിലേക്ക് നയിച്ചു. ഇതെല്ലാം ഉണ്ടായിട്ടും ശ്രേയസിന് പറ്റിയ സ്ലോട്ടിൽ ആളുകൾ ഫുൾ ആണെന്നായിരുന്നു ഏഷ്യ കപ്പ് ടീം പ്രഖ്യാപന സമയത്ത് അജിത് അഗാർക്കറും ഗൗതം ഗംഭീറും പറഞ്ഞത്. എന്നാൽ അതേ സ്ലോട്ടിൽ തിലകും ഇഷാനും ഇല്ലാത്തപ്പോഴോ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരമില്ല. തിലക് വർമ്മക്ക് പരിക്കേറ്റപ്പോഴാണ് ഒടുവിൽ ന്യൂസിലാൻഡിനെതിരെയുള്ള ഈ 5 T20 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിലേക്ക് ശ്രേയസിനെ തിരിച്ചു വിളിക്കുന്നത് തന്നെ. ഒടുവിൽ ആദ്യ 3 മത്സരങ്ങളിലും തിലകിന് പകരം ആ നമ്പറിൽ അസാധ്യ ഫോമിലുള്ള ഇഷാന് അവസരം കൊടുത്തത് മനസ്സിലാക്കാമെങ്കിലും ഇഷാനും പരിക്കേറ്റപ്പോൾ ശ്രേയസിനെ വീണ്ടും മറന്നത് എന്തുകൊണ്ടാകും? BCCIയുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഒരിക്കലും ഇല്ലാത്ത ആളാണ് ശ്രേയസ്. അതുതന്നെ കാരണം. അവസാനമായി ശ്രേയസ് ഇന്ത്യക്കായി T20 കളിച്ചത് 2023 ഡിസംബറിൽ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു. അന്ന് 37 പന്തിൽ 53 റൺസ് നേടിയ താരം പിന്നീട് ആ പടി കണ്ടിട്ടില്ല. T20യിൽ കളിച്ച 53 മത്സരങ്ങളിൽ നിന്ന് ഇപ്പോഴും 30 ആവറേജിലും 138 സ്ട്രൈക്ക് റേറ്റിലും 1000-ലേറെ റൺസ് ശ്രേയസ് നേടിയിട്ടുണ്ട്. അതേസമയം ഇന്നലെ മത്സരത്തിൽ ശിവം ഡ്യൂബയുടെ പ്രകടനം T20 ലോകകപ്പിന് ഒരുങ്ങുന്ന ഇന്ത്യക്ക് ഏറെ ആത്മവിശ്വാസം നൽകുന്നതാണ്. ഇന്ത്യ ഏത് ഫോർമാറ്റിലും പ്രൊഡ്യൂസ് ചെയ്തതിൽ വെച്ച് ഏറ്റവും പ്രോപ്പർ ആൻഡ് റിലയബിൾ ഓൾറൗണ്ടറാണ് ഹാർദിക് നേരത്തെ മടങ്ങിയാൽ അതേ മസിൽ പവറിൽ ഹാർഡ് ബീറ്റിങ്ങിന് കഴിവുള്ളയാളാണ് ഡ്യൂബെ. ഇന്നലെ വെറും 15 പന്തിലാണ് താരം അർദ്ധ സെഞ്ചുറി നേടിയത്. T20 ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ 3ാമത്തെ അതിവേഗ 50-ആണിത്. 2007-ലെ T20 ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ 12 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ യുവരാജ് സിംഗും ന്യൂസിലാൻഡിനെതിരായ 3ാം T20-യിൽ 14 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ അഭിഷേക് ശർമ്മയും മാത്രമാണ് ഡ്യൂബയുടെ മുന്നിലുള്ളത്. ഈ സോദി എറിഞ്ഞ 12ാം ഓവറിലാണ് ഡ്യൂബെ കൈകരുത്ത് കാണിക്കുന്നത്. ആദ്യ പന്തിൽ ഡബിൾ എടുത്ത ഡ്യൂബെ പിന്നീട് 2 4-ഉം 3 6-ഉം തൂക്കിയടിച്ച് 28 റൺസ് നേടി. ഒരു വൈഡ് കൂടി ലഭിച്ചതോടെ ആ ഓവറിൽ 29 റൺസ് പിറന്നു. ഡ്യൂബെ അടിച്ച സിക്സർ 101 മീറ്റർ ദൂരത്തിലാണ് പതിച്ചത്. ഒരു ഓവറിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന 3ാമത്തെ ഇന്ത്യൻ ബാറ്ററുമായി ഡ്യൂബെ. 23 പന്തിൽ 65 റൺസ് എടുത്ത ഡ്യൂബെ മറുവശത്ത് ഹർഷിത് റാണയെ കാഴ്ചക്കാരനാക്കി നിർത്തി അടി തുടങ്ങിയതോടെ ഇന്ത്യക്ക് വിജയ പ്രതീക്ഷയായി. എന്നാൽ മാറ്റ് ഹെൻറി എറിഞ്ഞ 15ാം ഓവറിലെ അവസാന പന്തിൽ ഡ്യൂബെ നിർഭാഗ്യകരമായി റൺഔട്ടായത് ഇന്ത്യയുടെ വിധി എഴുതി. ഹർഷിത് റാണ അടിച്ച സ്ട്രൈക്ക് ഡ്രൈവ് ഹെൻറിയുടെ കയ്യിൽ തട്ടി നോൺ സ്ട്രൈക്കിംഗ് എൻഡിലെ വിക്കറ്റിൽ കൊണ്ടപ്പോൾ ഡ്യൂബെ ക്രീസിന് പുറത്തായിരുന്നു. 23 പന്തിൽ 65 റൺസ് എടുത്ത ഡ്യൂബെ 7 സിക്സറും 3 4-ഉം പറത്തി. ഡ്യൂബെ പുറത്തായതോടെ ഇന്ത്യയുടെ പോരാട്ടവും തീർന്നു. ഡ്യൂബയുടെ വിക്കറ്റ് വീണിരുന്നില്ലെങ്കിൽ ഇന്ത്യ ജയിച്ചേനെ എന്ന് വിശ്വസിക്കുന്നവരാണ് ഇപ്പോഴും പലരും. 30 പന്തിൽ 39 റൺസ് നേടിയ റിങ്കു സിംഗും നിർണായക പ്രകടനം കാഴ്ചവെച്ചെങ്കിലും 50 റൺസിന്റെ തോൽവിയാണ് ഇന്ത്യ വഴങ്ങിയത്. 216 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 18.4 ഓവറിൽ 165 റൺസിന് ഓൾ ഔട്ട് ആകുകയായിരുന്നു. ഇരട്ടാട്ടത്തിൽ തൊടാനായെങ്കിലും വലിയ ഇന്നിംഗ്സ് കളിക്കാൻ കഴിയാത്തത് സഞ്ജു സാംസണിന് തിരിച്ചടിയായി. 15 പന്തിൽ 160 സ്ട്രൈക്ക് റേറ്റിൽ 1 സിക്സറും 3 4-ഉം അടക്കം 24 റൺസ് നേടാനായെങ്കിലും കഴിഞ്ഞ 3 മത്സരങ്ങളിൽ അമ്പേ പരാജയമായത് തിരിച്ചടിയായി. വേഗത്തിൽ ഔട്ടായി എന്നതിനപ്പുറം എങ്ങനെ ഔട്ടായി എന്നതിലാണ് താരത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ടെൻഷൻ ഉള്ളത്. സ്റ്റെപ്പുകൾ മുഴുവനുമായി കാണിച്ച് പന്തെറിയും മുന്നേ ബാക്ക് ഫുട്ടിൽ പോകുന്ന സഞ്ജു താൻ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രഷർ കൂടിയാണ് കാണിക്കുന്നത്.
ദക്ഷിണാഫ്രിക്കക്കെതിരെയും ബംഗ്ലാദേശിനെതിരെയുമെല്ലാം സെഞ്ചുറി നേടിയ ഇന്നിംഗ്സുകളിൽ സഞ്ജു കാത്തു സൂക്ഷിച്ചിരുന്ന അസാധ്യ ഫൂട്ട് വർക്കും ടെക്നിക്കുമെല്ലാം എവിടെയോ മറന്ന പോലെ. ഡിസംബർ 31 തിരുവനന്തപുരം കാര്യവട്ടം സ്റ്റേഡിയത്തിൽ സ്വന്തം മണ്ണിൽ നടക്കുന്ന കിവീസിനെതിരെയുള്ള അവസാന T20-യിലെങ്കിലും വലിയ ഇന്നിംഗ്സ് കളിച്ച് കംബാക്ക് ആവാൻ സഞ്ജുവിന് സാധിക്കട്ടെ. അല്ലെങ്കിൽ ഒരു T20 ലോകകപ്പിൽ കൂടി താരത്തിന് ബെഞ്ചിൽ ഇരിക്കേണ്ടി വരും. മുൻ താരങ്ങൾ ഉൾപ്പെടെയുള്ള സഞ്ജു വിമർശകരുടെ ഇൻകൺസിസ്റ്റൻസി വാദം ശരിയാകുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ.